അപ്പോൾ അവിടെ പോയി ഞങ്ങൾ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഒറ്റ നോട്ടത്തിൽ തന്നെ വളരെ വിചിത്രമാണ്. കാരണം ഒരാൾ അരവരെ അദ്ദേഹത്തിൻ്റെ ജീൻസ് താത്തു വെച്ചിരിക്കുന്നു, അണ്ടർവെയർ താത്തു വെച്ചിരിക്കുന്നു, കൈകൾ മുമ്പിലോട്ട് ഈ രീതിയിൽ കെട്ടിയിരിക്കുന്നു. കൈകൾ കെട്ടിയിരിക്കുന്നത് നമ്മുടെ ചൂടിക്കയർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ ചൂടിക്കയർ എന്ന് പറയാം, അതായത് ചകിരിയിൽ നിന്ന് ഉണ്ടാകുന്ന കയർ അതിൽ കെട്ടിയിരിക്കുന്നു. കണ്ണ് തുണി കൊണ്ട് കെട്ടിയിരിക്കും, കാണാതെ വിധത്തിൽ അടച്ച് കെട്ടിയിരിക്കുന്നു. അപ്പോൾ മുമ്പോട്ട് ഒരു ചെരിഞ്ഞിരിക്കുന്ന രീതിയിലാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന ഭാഗമാണ്. വളരെ വിചിത്രമായൊരു പൊസിഷനാണ് അവിടെ കാണുന്നത്. രക്തമാണെങ്കിൽ മുമ്പിലേക്ക് ഇങ്ങനെ ചീറ്റിപ്പോയ പാടുകൾ കാണുന്നുണ്ട്. കാരണം ആ പൊസിഷനിൽ വളരെ മുന്നിലോളം രക്തം ചീറ്റിപ്പോയ ഇലകളിലൊക്കെ നിറഞ്ഞ്, അവിടെയുള്ള കാടുകളിലൊക്കെ നിറഞ്ഞ് രക്തം ഇങ്ങനെ ചീറ്റിപ്പോയതായിട്ട് ശരിക്കും ഒഴുകിയായിരുന്നാണ് മനസ്സിലായത് അത് കണ്ടാൽ. അങ്ങനെ പോയി കിടക്കുന്നത് കാണുന്നത്. ഒരു പ്രാഥമികമായ ഒരു അന്വേഷണം ചുറ്റുപാടും നടത്തി ആ സമയത്ത് ഒരു മഹസർ എന്തായാലും ബോഡി പെട്ടെന്ന് അതൊരു സമയമാണ് ഇനി ആവാൻ പോകുന്നത്, കാടാണ്. ഇനി ബോഡി അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് മൃഗങ്ങളോ മറ്റോ ചെറിയ ഡാമേജ് വരുന്ന സാധ്യതയുണ്ട്. അതുകൊണ്ട് ബോഡി ആശുപത്രിയിൽ മാറ്റണം തീരുമാനത്തിൽ ഒരു പ്രാഥമിക മഹസർ ഉണ്ടാക്കി, ഒരനുബന്ധ മഹസർ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ മനസ്സിലായി. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇയാളുടെ ലിംഗം, അതായത് ലിംഗത്തിൽ ഒരു വലിയൊരു മുറിവ് കാണുന്നുണ്ട്. അതും കാണും. ഈ കഴുത്തിന് നല്ല മുറിവാണ്, ഏകദേശം അറ്റുപോകുന്ന രീതിയിലുള്ള മുറിവാണ്. അപ്പോൾ ഈ പറഞ്ഞ ലിംഗത്തിനുള്ള മുറിവും അപ്പോൾ തന്നെ നോട്ട് ചെയ്തിരുന്നു. അതുപോലെ സ്ഥലത്ത് ഒരു ഷർട്ട് അവിടെ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് ഈ ദൈവത്തിൻ്റെ ഒരു നീതി എന്ന് പറഞ്ഞാൽ എന്ത് തെളിവുകൾ നശിപ്പിക്കാൻ നോക്കിയാലും നമ്മുടെ പോലീസ് തന്നെ എത്തിയ ലൊക്കാർഡ്സ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നുണ്ട്, ഒരു എക്സ്ചേഞ്ച് അവിടെ ഉണ്ടാവും. അപ്പോൾ എന്നാലും നമ്മൾക്ക് ഒന്നുമില്ല, എന്താണ് ഇത് ഒന്നും മനസ്സിലാവുന്നില്ല. ഒഴുകി ശരിക്കും അത് തോടിലൂടെ ഒഴുകുന്ന വെള്ളമാണെങ്കിൽ ഇവിടെ രക്തം തന്നെ താഴോട്ട് ഒഴുകി പോയിട്ടുണ്ട്.